നമ്മളിന്ന് ഒരു പെയിൻറ്റിങ് വീഡിയോ ആയിട്ടാണ് വന്ന് കൊച്ചു കുട്ടികൾക്ക് പറ്റിയത്. അപ്പം നമുക്ക് തുടങ്ങിയാലോ? ഒരു ബോട്ടാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. ഇത് നമ്മൾ വരയ്ക്കുന്നത് ശ്രദ്ധിച്ച് കൊച്ചു കുട്ടികൾ നോക്കുക. കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കുക, എന്നിട്ട് വരയ്ക്കുക. അപ്പോൾ ഇത് നമ്മൾ വെള്ളം വരച്ചു. ഇനി നമുക്ക് ബോട്ട് വരച്ചെടുക്കാം. കുറച്ച് ഇതേപോലെ ഒന്ന് നേരെ വരച്ചതിന് ശേഷം ഇതിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു സെൻറ്ററിൽ നിന്ന് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ട് ഇടുക. ഇവിടെ ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഒരു കുഞ്ഞി ഫ്ലാഗ് വരച്ചെടുക്കാം. കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ മാതാപിതാക്കൾ അടുത്തിരുന്നിട്ട് വരയ്ക്കുക. പെയിൻ്റ് ഇല്ലെങ്കിൽ ക്രയോൺസ് ആയാലും മതി. ഇതേപോലെ ചെയ്ത് കൊടുക്കുക. തേക്കുണ്ടോ? ഇനി നമുക്കിവിടെ ഇങ്ങനെ വരച്ചെടുക്കാം. വെള്ളം മാത്രമായിട്ട് നമുക്ക് വരച്ചെടുക്കാവേ. നമുക്ക് വെള്ളം മാത്രമായിട്ട് വരച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റ് കൊടുത്താലോ? നമ്മൾ പെയിൻറ്റൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റ് കൊടുക്കാം. നമ്മൾ പെയിൻറ്റ് കൊടുക്കാൻ പോവാണ്. നമ്മൾ വെള്ളത്തിന് ബ്ലൂ കളറുണ്ട്. അപ്പോൾ നമുക്ക് ബ്ലൂ കളർ കൊടുത്താലോ? കൊച്ചു കുട്ടികളുണ്ട്, നല്ല ശ്രദ്ധിച്ച് കാണുക. പെയിൻറ്റ് ഉണ്ടെങ്കിൽ മാതാപിതാക്കളെ അടുത്തിരുന്ന് നിങ്ങൾ ചെയ്യുക. കൊച്ചു കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ ക്രയോൺസ് എടുത്ത് ചെയ്താൽ മതി. ഇതേപോലെ വരച്ചു കൊടുക്കാം. വരയ്ക്കാൻ ഇഷ്ടമുള്ളവരെ പേരൊക്കെ ഇപ്പം തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. വരയ്ക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ വേഗം കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു ബുക്കും പിന്നെ ബ്രഷൊക്കെ എടുത്തിട്ട് ഇരുന്നോ, എൻ്റെ കൂടെ തന്നെ വരച്ചോ. പെയിൻ്റ് ഉള്ളവർ സൂക്ഷിച്ച് കയ്യിലൊന്നും ആക്കാണ്ട് വൃത്തിയിൽ കൊടുക്കുക. അപ്പോൾ പുറത്തായാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ കൊച്ചു കുട്ടികളല്ലേ, പുറത്തായാലും കുഴപ്പമില്ല. ഡാർക്കായാലും ലൈറ്റായാലും ഒന്നും കുഴപ്പമില്ല. പിന്നെ അത് വരച്ച് റെഡിയായി വന്നോളൂ. ഇനി ഞാൻ കൊച്ചു കുട്ടികൾക്ക് പറ്റിയ ചിത്രമായിട്ട് വരുന്നുണ്ട്. ഇനിയും ചിത്രങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക താഴെ. ഒരു റെഡ് ഹാർട്ട് ഇട്ടാൽ മതി. ഞാൻ ഇനിയും ഇങ്ങനത്തെ പിക്ചേഴ്സായിട്ട് വരുന്നുണ്ട്. അതെന്തോ ഈ പേപ്പറിനെന്തോ കുഴപ്പമുണ്ട് ഗൈസ്, അതാണ് ഇങ്ങനെ വര വരുന്നത്. എന്തോ ഇപ്പുറത്ത് എഴുതിയിട്ടുണ്ടെന്നത് ഞാൻ തന്നെ അത് കണ്ടിട്ടില്ല കേട്ടോ. അത് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടാവും പുറത്താവുന്നതൊക്കെ. പക്ഷേ നിങ്ങൾ ഒന്ന് നോക്കുക, കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് റെഡി ആയി തോന്നും. ഇനി നമുക്ക് ബോട്ടിൻ്റെ ഈ ഒരു ഭാഗം കൊടുക്കണം. അതിന് നമുക്ക് ബ്രൗൺ ആണ് വേണ്ടത്. നമുക്ക് ബ്രൗൺ കൊടുത്താലോ? ഈ വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ക്രാഫ്റ്റ് ആയാലും ഡ്രോയിങ് ആയാലും എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ. അപ്പോൾ അതേ നമ്മൾ നല്ല ഇതിൽ തന്നെ നമുക്ക് ഡാർക്കായിട്ട്
ഈ ഒരു ബോട്ടിൻ്റെ ഇത് എടുക്കണമെങ്കിൽ ഡാർക്കായിട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഡാർക്ക് ബ്രൗൺ വേണമെങ്കിൽ, ഡാർക്ക് ബ്രൗൺ കളർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ ബ്രൗൺ ഉള്ളതിൽ ഒരു ബ്ലാക്ക് കളറ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെ കയ്യിലുണ്ട് ഡാർക്ക് ബ്രൗൺ, ബട്ട് എനിക്ക് ഇതാണ് മാച്ചായിട്ട് തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ ഇതാണ് കൊടുക്കുന്നത്. നമ്മളെ അനിയൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ വരയ്ക്കുന്നത് നോക്കുകയാണ്. എൻ്റെ വീഡിയോ ഇതുവരെ കാണാത്ത അവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ ചാനലിൽ ക്ലിക്ക് ചെയ്ത് എല്ലാ വീഡിയോസും കാണാൻ. ഞാൻ ക്രാഫ്റ്റും ചെയ്യും, ഡ്രോയിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ കയറി കാണുക. ക്രാഫ്റ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ കയറി കാണുക. അപ്പോൾ ഇതിൻ്റെ കുറേ ക്രാഫ്റ്റ് ഐഡിയാസൊക്കെ ഉണ്ട്, അതൊക്കെ നേരെ പോയി കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാത്തിനും. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു നീണ്ടൊരു സാധനം കണ്ടോ, അവിടെ നമുക്ക് സിൽവർ കൊടുക്കണം. സിൽവർ ഇല്ലെങ്കിൽ വൈറ്റിലേക്ക് ബ്ലാക്ക് കൊടുത്താൽ മതി. അയ്യോ ഗായ്സ്, സ്പ്രെഡായി ഗൈസ്. അപ്പോൾ നമുക്ക് സ്പ്രെഡായ റെഡിയാക്കണം. അത് കുറേ വെള്ളം എടുക്കുമ്പോൾ അങ്ങനെ ആവുന്നതാണ്. മിസ്റ്റേക്ക് ഉണ്ടാവും, ഞാൻ പറഞ്ഞതാണ്. സോ ഒന്ന് റെഡിയാക്കി എടുക്കുക. സോറി ഫോർ ദാറ്റ്. അത് ഗൈസ്, ആ ഒരു ഒച്ച നമ്മൾ എൻ്റെ അനിയന് TV വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഒച്ചയാണത്. അതാണ് അവിടെ കിടന്ന് ആക്കുന്നത്. അതാണ് ഈ ഒച്ച ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അതാ വീണ്ടും ഗൈസ് അവിടെ സ്പ്രെഡായിട്ടുണ്ട്. ഇങ്ങനെ റെഡിയാക്കി കൊടുക്കും. ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്, റെഡി ആക്കിയിട്ട്. ഗൈസ് ഇവിടെ ഓരോ ഒച്ച ഉണ്ടാക്കി കൊണ്ട് നിൽക്കുകയാണ്. ഞാനെന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ മാത്രം എന്താ ഇവനിങ്ങനെ ഒച്ച ഉണ്ടാക്കാൻ പറ്റുന്നത് എനിക്കിങ്ങനെ ആലോചിക്കാൻ വയ്യ. വീഡിയോ എടുക്കുമ്പോൾ മാത്രം ഇങ്ങനത്തെ ഓരോ ഒച്ചകളൊക്കെ ഉണ്ടാക്കി വരും. ഇനി നമുക്ക് ഈ വലിയ ഫ്ലാഗ് കണ്ടോ, ആ വലിയ ഫ്ലാഗിന് നമുക്ക് ഈ ഒരു പർപ്പിൾ കളർ കൊടുക്കാവേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് കൊടുക്കാം. വെള്ളത്തിനും ഈ ബോട്ടിൻ്റെതും മാത്രം നിങ്ങൾക്ക് വേറെ ഈ ഒരു ഇത് കൊടുത്താൽ മതി. നമുക്ക് അടുത്തത് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തത് കൊടുക്കാം. അടുത്തത് ഞാൻ എടുക്കുന്നത് ഒരു യെല്ലോ കളർ എടുക്കാം. ഒരു ഡിഫറെൻറ്റ് മാച്ചിങ് ആയിക്കോട്ടെ. യെല്ലോ കളറാണ് നമ്മൾ എടുക്കുന്നത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള മാച്ചിങ് ആണ്. അതെ ഗൈസ്, ഇതാണ് നമ്മളെ ബോട്ട്. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.